പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിപ്റ്റോ, NFT എന്നീ മേഖലകളിൽ നിന്നൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് NFTന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ ഡെയിലി ഇൻകവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സെല് ചെയ്തിട്ട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നേരത്തെ നമ്മൾ BT ക്യാഷിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് വരുന്ന ഒരു ടോക്കൺ എല്ലാവർക്കും തന്നെ അറിയാം, MetaBT. അപ്പൊ ഇത് കോയിൻ സ്റ്റോർ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു NFTന്റെ പ്ലാറ്റ്ഫോമിലോട്ട് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ NFTന്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻട്രി ചെയ്യാനായിട്ട് നോക്കുക. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുള്ള ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങളോട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പിന്റെ ചാനലുണ്ട്, എന്തായാലും ജോയിൻ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു NFTന്റെ പ്ലാറ്റ്ഫോമിന്റെ സെപ്പറേറ്റ് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ബിറ്റ്കോയിൻ, എതേറിയം, സൊലാന പോലുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും ബൈനാൻസ്, XT.com, ക്രാക്കൻ പോലുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ഇതുപോലുള്ള കോയിൻസുകളും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാവരും ട്രെൻഡിന് പുറകെയാണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയിൽ നിന്ന് എല്ലാവരും തന്നെ വരുമാനം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതില് കൂടുതൽ ആൾക്കാരും കാല് വെക്കാത്തൊരു മേഖലയാണ് NFT, അതുപോലെ തന്നെ മെറ്റാവേഴ്സ് എന്നീ മേഖലകളൊക്കെ. ഈ NFT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഫഞ്ചബിൾ ടോക്കൺ ആണ്. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് ആർട്ടായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മ്യൂസിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് NFT ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ NFT കാര്യങ്ങളൊക്കെ ആർട്ടിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, NFT മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓൺ പ്രൈസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോ കറൻസികളാണ്. ബിറ്റ്കോയിൻ, എതേറിയം, സൊലാന പോലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നിങ്ങൾക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മേക്ക് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ NFT കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന ഒരു മേഖലയാണ് മെറ്റാവേഴ്സ് വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു VR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ദൂര രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തൊട്ട് തലോടിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതായത് റിയൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. അപ്പൊ അത് പല രാജ്യങ്ങളിലും പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മെഡിക്കൽ ഫീൽഡിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ച് നിർത്തിയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ NFTന്റെ കാര്യമായിരുന്നു. അപ്പൊ NFT കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് അവിടെ ഒരു മൈൻഡ് എപ്പോഴും വേണം. ഇവിടെ ഫോർച്യൂൺ NFT വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് NFTs കാര്യങ്ങളൊക്കെ ബൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഈൽഡ് ആയിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് $100 തൊട്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പാക്കേജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് വാലറ്റിൽ അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റിൽ നിങ്ങളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്ന MTHT എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്. അപ്പൊ ആ ഒരു ടോക്കണിന്റെ കോൺട്രാക്ട് അഡ്രസ് വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺട്രാക്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. വാട്സ്ആപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ നമ്മുടെ ഫോർച്യൂൺ NFT ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത NFT ഏതാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടുന്നത് MTHT ടോക്കൺ ആണ്. അപ്പൊ ഈ ഒരു ടോക്കൺ നിങ്ങൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ XT.com എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ 46 രൂപ റേറ്റിൽ ഇത് ലിസ്റ്റഡ് ആണ്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ Xora.exchange എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണെന്നുണ്ടെങ്കിലും സെല് ചെയ്യാം. 0.43 USDT ആണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അവിടെ സെല് ചെയ്യാം. അപ്പൊ ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ട്രസ്റ്റ് വാലറ്റില് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ DApp ത്രൂ ലോഗിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് MTHT ടോക്കൺ USDT ആക്കി സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എല്ലാവരും സ്വാപ്പ് ചെയ്ത് USDT ആക്കി മാറ്റലാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ നിങ്ങൾ ഹോൾഡ് ചെയ്തു എന്തായാലും ഒരു $1 പ്രൈസിലോട്ടൊക്കെ കയറുന്നതായിരിക്കും. അപ്പൊ മിസ്സാക്കണ്ട, മാക്സിമം കിട്ടുന്നത് നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ചോ. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി, കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓടിച്ചായിരുന്നു ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് യൂട്ടിലിറ്റി ടോക്കൺസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും BTC, Ethereum, BNB, TRX, USDT, HBAR, അതുപോലെ ADA, പോള്, ഡായി, BTMETA, അതായത് BT ക്യാഷിന്റെ ടോക്കൺ ആണ്. പിന്നെ അതുപോലെ MTHT, ഇത്രയും ടോക്കൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ട്. പിന്നെ സപ്പോർട്ടഡ് ചെയിൻ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ BNB മാത്രമല്ല നമുക്ക് ബിറ്റ്കോയിൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചെയിൻ വരുന്നുണ്ട്. BNB സ്മാർട്ട് ചെയിനിൽ കൂടുതൽ ആൾക്കാർ അതാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ സോലാനോ, പിന്നെ അതുപോലെ തന്നെ കാർഡാനോ, ട്രോണ്, പോളിഗൺ ഒക്കെ വരുന്നുണ്ട്. സപ്പോർട്ടഡ് ആയിട്ട് വരുന്ന വാലറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിലിപ്പോ ടോക്കൺ പോക്കറ്റ് ആണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഞാനും റെക്കമെൻഡ് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റ് ആണ്, ഇല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിനകത്ത് ഇൻകം ഏതൊക്കെ രീതിയിലൂടെയാണ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് NFT റിവാർഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഈൽഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാം. അത് നിങ്ങൾ എടുക്കുന്ന പാക്കേജിനനുസരിച്ചാട്ടോ, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് NFT കമ്മ്യൂണിറ്റി റിവാർഡ് ഉണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ലെവലായിട്ടുള്ള രീതിയിൽ ഇൻകം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു റാങ്ക് ഇൻകം കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ബോണസ് ആയിട്ടുള്ള രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്ലാറ്റ്ഫോം റിവാർഡ് ഉണ്ട്. വീക്കിലി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം റിവാർഡും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $100 തൊട്ടിട്ടാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം സിംഗിൾ ഐഡിയിൽ $25,000 വരെയുള്ള MTHTയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ $100 ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ 0.25 to 3% ആണ് നിങ്ങൾക്ക് ഡെയിലി ഈൽഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത് വരുന്നത് $250 പാക്കേജ് ആണ്. 0.25 തൊട്ടിട്ട് 0.3% വരെ. നിങ്ങൾക്ക് ഏകദേശം നാലാമത്തെ പാക്കേജ് വെച്ചിട്ട് അതായത് $100 വെച്ചിട്ടുള്ളത് നോക്കുന്ന സമയത്ത് 0.25 മാറിയിട്ട് 0.3% to 0.35% ആണ് ഡെയിലി ഈൽഡ് പ്രോഫിറ്റ് വരിക. പിന്നെ അതുപോലെ തന്നെ ആറാമത്തെ പാക്കേജ് $5,000 പാക്കേജ് നോക്കുമ്പോൾ 0.35 to 0.4%. നിങ്ങളുടെ പാക്കേജിന്റെ എമൗണ്ട് നിങ്ങൾ കൂട്ടി NFT അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെർസെന്റേജ് ഡെയിലി ഈൽഡ് പ്രോഫിറ്റിന്റെ ഇതിനകത്ത് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് up to 3x വരെ MTHT ടോക്കണും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4x പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം വരും. ആ ഒരു ഫോമിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ് ആണ്. അത് നിങ്ങളുടെ ടോക്കൺ പോക്കറ്റിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ സെക്കൻഡറി ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, BNBന്റെ റിസീവിംഗ് അഡ്രസ് എടുത്തിട്ട് നിങ്ങൾ അവിടെ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്താലും മതി. കാരണം സെയിം നെറ്റ്വർക്ക് ആയതുകൊണ്ട് സെയിം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. MTHTന്റെ കോൺടാക്ട് അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ വാട്സപ്പിൽ വരിക, കോൺടാക്ട് അഡ്രസ്സ് തരാം. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് വാലറ്റിൽ നിങ്ങൾ MTHT ടോക്കൺ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ റിസീവിംഗ് അഡ്രസ് ആയാലും കുഴപ്പമൊന്നുമില്ല, സെയിം നെറ്റ്വർക്ക് ആയതുകൊണ്ട് സെയിം റിസീവിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പം മിസ്സാക്കേണ്ട, ജസ്റ്റ് ഒരു സോഫ്റ്റ് ലോഞ്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫുൾ ലോഞ്ച് വരുന്നുണ്ട് ഈ വരുന്ന 7-ാം തീയതിയൊക്കെ ആയിട്ട്.
ഇവിടെ നമുക്ക് NFT മാത്രമല്ല കേട്ടോ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇവരുടെ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്ന ബിഡിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവരുടെ പുതുതായിട്ട് വരുന്ന യൂട്ടിലിറ്റി പ്രൊജക്റ്റ് ആണ് ഈ ഫോർച്യൂൺ ബോൾ എന്ന് പറയുന്ന ഈ ബിഡിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഡെക്സ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ ലൈവ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും. ഇതിലിപ്പോൾ നിലവിൽ ലക്കി ഡ്രോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഡെമോ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഫുൾ ലോഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കിട്ടുന്ന MTHT റിവാർഡ് അല്ലെങ്കിൽ മെറ്റാബിറ്റി ടോക്കൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനകത്ത് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോട്ടറിയിലൊക്കെ നമ്മൾ വിൻ ചെയ്യുന്നില്ല, അപ്പോൾ അതേപോലെ നമുക്ക് MTHT ടോക്കണും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ MTHTയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, കയറി നോക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക, കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാൽ മതി. സൈനിങ് ഔട്ട്.